ഞാനിപ്പോൾ ഇരിക്കുന്നത് കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്കാണ്. ഒരു പുതിയ രാജ്യത്തേക്ക് പോകാനുള്ളൊരു ട്രാവൽ സീരീസാണ്. അങ്ങനെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി, ഇമിഗ്രേഷനൊക്കെ കഴിഞ്ഞു, സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞു. നമ്മുടെ ഫ്ലൈറ്റിലേക്ക് കയറാനുള്ളൊരു വെയിറ്റിങ്ങിലാണ്. ദേ കിടക്കുന്ന ഒരു ബോയിങ്ങിൻ്റെ 777-300ER എമിറേറ്റ്സിൻ്റെ ഒരു ബോയിങ് ഫ്ലൈറ്റാണ്. ഒരു ഭീമാകാരമായൊരു ഫ്ലൈറ്റാണ്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ നോക്കി വെയിറ്റിങ്ങിലിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പുഷ് ബാക്കാണ് നിങ്ങളീ കാണുന്നത്. അതിനെ പുഷ് ബാക്ക് ചെയ്ത് അതിൻ്റെ മെയിൻ റൺവേയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത്. അങ്ങനെ നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ് ദേ വന്നിരിക്കുകയാണ്. എംബററിൻ്റെ E190 എന്ന് പറഞ്ഞ ഒരു അസർബൈജാൻ എയർലൈൻസിലെ ഒരു കുഞ്ഞ് മിനി ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മുടെ ബോർഡിങ് സമയമൊക്കെ ആയി, നമ്മൾ ദേ ബോർഡ് ചെയ്യുവാണ് ഫ്ലൈറ്റിലേക്ക്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിനകത്തേക്ക് കയറി. ഇതാണ് ഫ്ലൈറ്റിൻ്റെ ഇൻറ്റീരിയർ. 2x2 സീറ്റ് ലേഔട്ടുള്ളൊരു കുഞ്ഞ് ഫ്ലൈറ്റാണിത്. ബോർഡിങ് ചെയ്യുന്നതിനിടയിൽ 2 സൗദി പയ്യന്മാരൊക്കെ പരിചയപ്പെട്ടു. അങ്ങനെ അവർക്ക് ഒരു ഹായ് ഒക്കെ കൊടുത്ത് നമ്മൾ ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ വിൻഡോ വ്യൂയിലൂടെ ഓരോ ഫ്ലൈറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ഫ്ലൈറ്റിൻ്റെയും ഏവിയേഷൻ്റെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞു തരുന്നത്. പിന്നെ ആകാശത്തോടുള്ള കാഴ്ചകൾ, വെറൈറ്റി കുറേ ടെറൈൻസിലൂടെ നമ്മൾ പോകുന്ന കാഴ്ചകൾ, അതൊക്കെ ആയിരിക്കും ഞാൻ മെയിൻലി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. കാരണം എനിക്ക് ഏവിയേഷൻ ഭയങ്കര ഇഷ്ടമാണ്. ഏവിയേറ്റഡ് റിലേറ്റഡ് കാര്യങ്ങളും ഫ്ലൈറ്റ് റിലേറ്റഡ് കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഞാൻ ഈ യാത്ര ചെയ്യുന്ന ഫ്ലൈറ്റിനും ഒരു കുഞ്ഞ് പ്രത്യേകത ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ എന്തായാലും വഴിയെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതേ കിടക്കുന്നു ഗൾഫ് എയറിൻ്റെ ഒരു ഫ്ലൈറ്റ്. അതിൽ ഫോർമുല 1ൻ്റെ ടാഗ് ലൈൻ ഒക്കെ ഉണ്ട്. അതൊരു ബോയിങ് 787 ഡ്രീം ലൈനറിൻ്റെ ഫ്ലൈറ്റാണ്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് പുഷ് ബാക്ക് ചെയ്തു, ഫ്ലാപ്സ് ഒക്കെ ചെക്ക് ചെയ്തു. ഇതേ കിടക്കുന്നു ജസീറ എയർവേസിൻ്റെ എയർബസ് A320 എന്ന് പറഞ്ഞ മോഡല്. അങ്ങനെ നമ്മുടെ ഫ്ലൈറ്റ് ടാക്സിങ് തുടങ്ങി. ടാക്സിങ് എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ സ്വന്തം പവറിൽ, അതായത് വേറൊരു എക്സ്റ്റേണൽ സഹായം ഇല്ലാണ്ട് സ്വന്തമായിട്ട് റോൾ ചെയ്ത് നമ്മുടെ റൺവേയിലേക്ക് പോകുന്നതിനാണ് ടാക്സിങ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ മെയിൻ റൺവേയിലേക്ക് എൻ്റർ ആയിരിക്കുകയാണ്. അങ്ങനെ പൈലറ്റ് അതിന് ഫുൾ ത്രസ്റ്റും പവറൊക്കെ കൊടുത്ത് നമ്മുടെ കുഞ്ഞ് ഫ്ലൈറ്റ് ഇപ്പം ലാൻഡ് ചെയ്യും. ടേക്ക് ഓഫ് ചെയ്യും കുവൈറ്റിൽ നിന്ന്. നമ്മുടെ വിമാനം കുവൈറ്റ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഇങ്ങനെ പറന്ന് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ എയർപോർട്ടിൻ്റെ വ്യൂ ആണ്. ശരിക്കും കുവൈറ്റിൻ്റെ ഈ ഒരു ആകാശ വ്യൂ കുറച്ചുകൂടെ ഭംഗി പകലിനേക്കാളും രാത്രി കാണാനാണ്. കാരണം രാത്രി മൊത്തം ലൈറ്റ് ആയിരിക്കും. ഈ ബിൽഡിങ്സിലെയും പിന്നെ റോഡിൻ്റെയും ഒക്കെ ലൈറ്റുകളൊക്കെ ഉണ്ടാകും. ഭയങ്കര രസമാണ് രാത്രി ഒരു വൈകുന്നേരത്തിന് ശേഷം കുവൈറ്റിൻ്റെ ആകാശ വ്യൂ കാണാനായിട്ട്. നമ്മുടെ ഫ്ലൈറ്റ് ഒരു കുഞ്ഞ് ഫ്ലൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ലപോലെ ആടി ഒലഞ്ഞൊക്കെയാണ് കേട്ടോ പോകുന്നത്. നമ്മൾ ഉള്ളിലിരിക്കുമ്പോൾ അത് ഫീൽ ചെയ്യും ശരിക്കും ഇങ്ങനെ ആടി ഒലഞ്ഞ് പോകുന്നത്. അങ്ങനെ നമ്മൾ കുവൈറ്റിനെ പിന്നിലാക്കിയിട്ട് അറേബ്യൻ സീയിൽ കടന്നിരിക്കുകയാണ്. ഈ കാണുന്നതൊക്കെ അറേബ്യൻ സീയുടെ ഭാഗമാണ്. ടേക്ക് ഓഫ് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് ശേഷം തന്നെ നമ്മുടെ ഫുഡൊക്കെ അവർ സെർവ് ചെയ്തു. നല്ല അടിപൊളി അസർബൈജാൻ എയർലൈൻസിൻ്റെ പാക്കേജിങ് ഒക്കെ ആയിട്ട് ഫുഡൊക്കെ സെർവ് ചെയ്തു. ഡ്രിങ്ക്സ് എന്ന രീതിക്ക് നമുക്കൊരു റെഡ് വൈൻ കൊണ്ട് തന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങി. ഫുഡിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ, പക്ഷേ എങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നല്ല വെറൈറ്റി ഫുഡാണ് കഴിച്ചത്. അതിനുശേഷം ഒരു കോഫി ഒക്കെ കൊണ്ട് തന്നു. നല്ല അടിപൊളി കടുപ്പമുള്ളൊരു കോഫി. ഈ കോഫിയൊക്കെ കുടിച്ച് നമ്മൾ വിമാനത്തിൻ്റെ ജനലിലൂടെ ഇങ്ങനെ ദൂരെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കുവാണ്. ഫുള്ള് സ്നോ കവേർഡ് മൗണ്ടൻസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നോക്ക്, ഫുള്ള് മൗണ്ടൻസിലെല്ലാം സ്നോ ആണ്, ഫുള്ള് മഞ്ഞാണ് കാണാൻ സാധിക്കും. ശരിക്കും നമ്മൾ മിഡിൽ ഈസ്റ്റിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്ത് ആ ഒരു പേർഷ്യൻ ഗൾഫൊക്കെ പിന്നിട്ട് ശരിക്കും ഗൾഫിൻ്റെ ഒരു ടെറൈൻ നമുക്കറിയാമല്ലോ. ഏകദേശം ഒരു ഡെസേർട്ട് പോലെ, ഒരു മരുഭൂമി പോലത്തെ ഒരു ടെറൈനാണ്. അപ്പോൾ കുറച്ച് സമയം കൊണ്ട്
പറന്ന് നീങ്ങി കഴിയുമ്പോഴത്തേക്ക് ശരിക്കും ആ ടെറൈൻ മൊത്തത്തിൽ മാറുവാണ്. ഫുള്ള് സ്നോ കവേർഡ് മൗണ്ടെയ്ൻസും മലനിരകളും പല കളറിലെ ടെറൈൻസും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് ശരിക്കും നോർത്തേൺ ഇറാനിലൂടെയാണ് നമ്മൾ പോകുന്നത്. നോർത്തേൺ ഇറാനിലെ അൽബ്രോസ് മൗണ്ടെയ്ൻസ് എന്ന് പറഞ്ഞ മലനിരകളിലൂടെയാണ് നമ്മൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത്. ഈ കാണുന്നതാണ് കാസ്പിയൻ കടൽ. അങ്ങനെ നമ്മുടെ വിമാനം അസർബൈജാനിലെ ഹൈദർ അലിവ് ഇന്റർനാഷണൽ എയർപോർട്ടിനെ ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അല്പസമയത്തിനുള്ളിൽ തന്നെ നമ്മൾ ലാൻഡ് ചെയ്യും. ലാൻഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വിമാനവും വിമാന കമ്പനീനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ലോകത്തെ ഏറ്റവും വലിയ 2 വിമാന നിർമ്മാണ കമ്പനികളാണ് ബോയിങ്ങും എയർബസും. ബോയിങ്ങിന് ഏകദേശം 11,500-ൽ പരം വിമാനങ്ങളും എയർബസിന് ഏകദേശം 13,800-ൽ പരം വിമാനങ്ങളും കറൻ്റ്ലി ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുകൂടെ ചേർന്ന് ഏകദേശം 25,500-ൽ പരം കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റുകൾ നിലവിൽ ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബോയിങ്ങും എയർബസും ചേർന്ന് ലോകത്തിലെ വലിയ കൊമേഴ്ഷ്യൽ വിമാന നിർമ്മാണത്തിൻ്റെ 95% മാർക്കറ്റിനെയും ഈ 2 കമ്പനികളാണ് നിയന്ത്രിക്കുന്നത്. പിന്നെ ലോകത്തിൽ നമ്മൾ ഏതെങ്കിലും ഒരു വിമാനത്താവളത്തിൽ നമ്മൾ എപ്പോഴെങ്കിലും ഒരു വിമാനത്തിൽ കയറുവാണെങ്കിൽ ഒന്നെങ്കിൽ അത് ഒരു എയർബസിൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു ബോയിങ്ങിൻ്റെ ആയിരിക്കും. പക്ഷെ ഞാൻ ഈ സഞ്ചരിക്കുന്ന വിമാനം ഈ 2 വലിയ കമ്പനികളുടെ അല്ല. ഞാൻ ഈ സഞ്ചരിക്കുന്നത് ഒരു ബ്രസീലിയൻ വിമാന നിർമ്മാണ കമ്പനിയുടെ എംബറർ എന്ന് പറഞ്ഞ ഒരു മോഡലിൻ്റെ വിമാനമാണ്. കുറച്ചേറെ പ്രത്യേകതകളുണ്ട് കേട്ടോ ഈ എംബറർ എന്ന് പറഞ്ഞൊരു കമ്പനിക്ക്. ശരിക്കും 1969-ലാണ് ഇത് ആദ്യമായിട്ട് ഈ ഒരു കമ്പനി തുടങ്ങിയത്. ഇത് ലോകത്തെ 3ാമത്തെ ഏറ്റവും വലിയ കൊമേഴ്ഷ്യൽ എയർക്രാഫ്റ്റ് കമ്പനിയാണ് ശരിക്കും ബോയിങ്ങും എയർബസും കഴിഞ്ഞ. പിന്നെ എംബറർ എന്നത് റീജിയണൽ ജെറ്റുകളെയാണ് ശരിക്കും സൂചിപ്പിക്കുന്നത്. ഈ ജെറ്റ് സീരീസാണ് ഈ കമ്പനിയുടെ പ്രശസ്തമായ സീരീസുകൾ. ഉദാഹരണത്തിന് E170, E175, E190, E195. ഇവയിൽ ഏറ്റവും പ്രശസ്തമായത് എംബറർ E190 എന്ന് പറഞ്ഞ മോഡലാണ്. അതിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ശരിക്കും 96 മുതൽ 114 പാസഞ്ചേഴ്സിന് വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. ഇത് 2,500 മുതൽ 4,500 കിലോമീറ്ററോളം നോൺ സ്റ്റോപ്പായിട്ട് 41,000 അടിയിൽ പറക്കാൻ സാധിക്കുന്ന ഒരു വിമാനമാണ് ഈ എംബറർ E190 എന്ന് പറഞ്ഞ മോഡൽ. അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ഹൈദർ അലിവ് ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്ന് ലാൻഡ് ചെയ്തിരിക്കുവാണ്. നമ്മൾ സഞ്ചരിച്ച ഫ്ലൈറ്റാണ് ഈ കാണുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങി നല്ല അടിപൊളിയായിരുന്നു. നല്ല അടിപൊളി ആടി ഒലഞ്ഞുള്ളൊരു ഫ്ലൈറ്റായിരുന്നു. അങ്ങനെ നമ്മൾ ബസ്സിൽ കയറി എയർപോർട്ടിലേക്ക് പോവുകയാണ്. എന്തായാലും പോകുന്നതിന് മുമ്പ് നമുക്ക് ഫ്ലൈറ്റ് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് കാണാം. ഈ ഒരു കുഞ്ഞ് വിമാനമാണ് നമ്മളെ ഇവിടെ എത്തിച്ചത്.